ഹലോ ഗൈസ്, ഞാൻ നേരത്തെ ചെയ്തിരുന്ന വീഡിയോയുടെ താഴെ കുറച്ചൊരു കമൻറ്റ് ചെയ്തിരുന്നു ഒരു 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കിടിലൻ ക്യാമറ സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ചെയ്യാമോന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 30,000 റുപ്പീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക, വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലും പറഞ്ഞ് ഓർമ്മിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോയിൽ പോകും. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ എഡ്ജ് 50 Pro. നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസിലും ഒക്കെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ 1.5K POLED കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്, 2000 നിറ്റ്സിൻ്റെ ബിഗ് ബ്രെയിൻ സെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OIS-ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ 13 മെഗാപിക്സൽ പ്ലസ് 10 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. രണ്ട് ക്യാമറയെന്നും 4K വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ക്യാമറ വൈസ് നോക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു പൊളപ്പൻ സ്മാർട്ട് ഫോണാണ്. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 125 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്, 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 15 14 വരുന്നത്. അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഒക്കെ കിട്ടുന്നുണ്ട്. IP68 വരുന്നത്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, നമ്മൾ വെള്ളത്തിലൊന്നും കൊണ്ടിടല്. പിന്നെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UFS 2.2 ആണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 2.2 മാറ്റായിരുന്നു. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+ 256GB ROM വേരിയൻറ്റ് 29,999 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതൊരു 26,599 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും, നമ്മുടെ നത്തിങ്ങിൻ്റെ ഫോൺ 3A Pro. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നല്ലൊരു വീഡിയോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു കിടിലൻ ലുക്കിലൊക്കെയാണ് വരുന്നത്. ബാക്കിൽ ആ ഒരു ലൈറ്റ് എത്തും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. 6.77 ഇഞ്ചസിൻ്റെ AMOLED ഫ്ലെക്സിബിൾ LTPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 ആണ്. ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. പിന്നെ ഒരു 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 50 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 31,400 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫേഴ്സ് ഇത് നിങ്ങൾക്ക് 26,599 റുപ്പീസിന് കിട്ടുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ Neo 10R. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ മാത്രമല്ല, ഒരു കിടിലൻ പെർഫോമൻസിലും കൂടെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. 144 ഹെർട്സിൻ്റെ 1.5K AMOLED ഫ്ലാറ്റ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ്. ഒരു കിടിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും. ഇവിടെയും നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6400 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 28,998 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 27,498 റുപ്പീസിന് വാങ്ങാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് UFS 3.1 ആണ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്, Vivo V50. നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ 1.5K AMOLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ 4 സൈഡും കർവ് ചെയ്ത പരിപാടി അതാണ്. അപ്പോൾ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ആണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. നമ്മുടെ മോട്ടോ എഡ്ജ് 50 Proയുടെ സെയിം പ്രോസസ്സറാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 50 മെഗാപിക്സലിൻ്റെ ക്യാമറയും ZS-ൻ്റെ ബ്രാൻഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയെന്നും ബാക്ക് ക്യാമറയെന്നും. രണ്ട് ക്യാമറയെന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിലും UFS 2.2 ആണ് വരുന്നത്. അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 34,999 റുപ്പീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു 31,824 റുപ്പീസിന് വാങ്ങാവുന്നതാണ്.
സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോണും വിവോയുടേതാണ്, വിവോ T3 Ultra. സോ നിങ്ങളൊരു കിടിലം ക്യാമറ ക്വാളിറ്റിയുടെ കൂടെ തന്നെ ഒരു കിടിലം പെർഫോമൻസിലും കൂടെ വെച്ച് വരുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 9200+ ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ രണ്ട് ക്യാമറ എന്നും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും പരിഗണിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയൻറ്റ് 28,999 രൂപീസിനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 27,549 രൂപീസിന് വാങ്ങാവുന്നതാണ്. സോ അതേ ഇതൊക്കെയാണ് 30,000 രൂപീസിന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തതുപോലെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡത്തെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.